കിഫ്ബി റോഡുകളിൽ ടോൾ കൊണ്ടുവരാനുള്ള നീക്കം നിയമസഭയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. കിഫ്ബിയുടെ പേരിൽ ടോൾ പിരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന നിയമസഭയിൽ പ്രതിപക്ഷം ശക്തമായി തന്നെ ആരോപിച്ചു. സംസ്ഥാനത്ത് കിഫ്ബി പദ്ധതികൾ നിലയ്ക്കുന്നു എന്നതിൽ പ്രതിപക്ഷ MLA റോജി എം ജോൺ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയെങ്കിലും സ്പീക്കർ അത് നിഷേധിക്കുകയായിരുന്നു. തുടർന്നുള്ള ചർച്ചയ്ക്കിടെ പല വിധത്തിലുള്ള അഴിമതികളും പിന്നെ ഈ ടോളിനെ പറ്റിയുള്ള പദ്ധതി വളരെ മോശമാണെന്നും റോജി സഭയിൽ വാദിക്കുകയായിരുന്നു. കിഫ്ബി ജനങ്ങളുടെ ബാധ്യത ആകുന്നുവെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ റോജി ആരോപിച്ചിരുന്നു. ഒന്നാം പിണറായി സർക്കാർ 10,000 കോടിയുടെ പദ്ധതി മാത്രമാണ് നടപ്പിലാക്കിയത്. ഇതുവരെ പൂർത്തിയായത് 18,000 കോടി രൂപയുടെ പദ്ധതി മാത്രമാണെന്നും റോജി ആരോപിച്ചു. ഒച്ചയെന്ന വേഗത്തിലാണ് കിഫ്ബി വഴിയുള്ള വികസനം നടക്കുന്നത്. കിഫ്ബി റോഡുകളിലൂടെ ഇനി ടോളുകളും സംസ്ഥാനത്ത് വരുമെന്നതാണ് വിവരം. കേരളത്തിലെ ഒരു പാലത്തിലും റോഡിനും ടോൾ ഉണ്ടാകില്ല എന്നായിരുന്നു കിഫ്ബിയുടെ പിതാവായ തോമസ് ഐസക് നിയമസഭയിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ സ്ഥിതി മാറുകയാണ്. നികുതി വരുമാനമാണ് കിഫ്ബിയിലേക്ക് വക മാറ്റുന്നത്. അത് ഇടതുമുന്നണിയിൽ പോലും ഭിന്ന അഭിപ്രായമുള്ള വിഷയമാണെന്നും കിഫ്ബി ടോളിൽ ഇടത് നയമെന്തെന്നും റോജി എം ജോൺ ചോദിച്ചിരുന്നു. ഈ വിഷയം നിയമസഭയിൽ ആളിക്കത്തുകയായിരുന്നു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ കിഫ്ബിക്കെതിരെ പ്രതിഷേധിച്ചു. കൂടാതെ കിഫ്ബി വിഷയത്തിൽ ഇപ്പോഴും സർക്കാർ കെട്ടിടങ്ങളും വാടകയിലാണ് പ്രവർത്തിക്കുന്നതെന്നും കെ രമ സഭയിൽ തുറന്നടിക്കുകയായിരുന്നു. കിഫ്ബി ഒരു സമ്പൂർണ്ണ പരാജയം എന്നതിലേക്ക് രമ കാര്യങ്ങൾ എത്തിച്ചു. കൂടാതെ പൊതുമരാമത്ത് വകുപ്പിന് കഴിയാത്ത എന്ത് അത്ഭുതമാണ് കിഫ്ബിക്ക് ചെയ്യാനാകുമെന്നതാണ് രമയുടെ ചോദ്യം. ഇതൊരു പരാജയപ്പെട്ട സർക്കാരിന്റെ പരാജയപ്പെട്ട പദ്ധതിയാണെന്നും അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രസംഗം നടത്തിയത്. കൂടാതെ തറക്കല്ലിട്ട പല പദ്ധതികളും കല്ലായി തന്നെ നിൽക്കുന്നു എന്നവർ സഭയിൽ ഉന്നയിച്ചുകൊണ്ട് കിഫ്ബി ഒരു പാഴ്ചിലവ് എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വാക്കൌട്ട് നടത്തുകയായിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. സർക്കാർ വകുപ്പുകൾക്ക് സമാന്തരമായ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് പൊതുഖജനാവിനെ കടക്കണിയിലേക്ക് നയിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. വിപുലമായ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും അധികാരങ്ങളും ഒക്കെയുള്ള ധനകാര്യ വകുപ്പിന്, കിഫ്ബി, KRFBക്ക്, അതുപോലെ തന്നെ ഹൗസിംഗ് ബോർഡ്, പൊതുമരാമത്ത്, ഇതൊക്കെയുള്ള ഈ വകുപ്പുകളെ നിർമ്മാണ വിഭാഗങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത എന്ത് അത്ഭുതമാണ് കിഫ്ബിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എൻ്റെ മണ്ഡലത്തിലും ഒരു റവന്യൂ ടവറിന് തറക്കല്ലിട്ട് 2.5 വർഷം കഴിഞ്ഞു. അവിടുത്തെ എല്ലാ സർക്കാർ ഓഫീസുകളും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇതുവരെ തുടങ്ങാൻ വേണ്ടി സാധിച്ചിട്ടില്ല സാർ. ഇങ്ങനെ നിലവിലുള്ള വകുപ്പുകളും സംവിധാനങ്ങളും ഒക്കെ നോക്കി നടത്താൻ പരാജയപ്പെട്ട ഒരു സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണം കൂടിയാണ് സാർ ഈ കിഫ്ബി. ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യാൻ പ്രതിഷേധിച്ച് വാക്കൌട്ട് നടത്തും.